ഹലോ, ലെറ്റൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്നൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, എനിക്ക് ജലദോഷമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിതാ അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. രാത്രിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ക്ലിയർ ചിലപ്പോൾ കുറച്ച് കുറവാകും. നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പെരിഞ്ചീരകമൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 8-10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലൈറ്റിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. ലൈറ്റ് അടുപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ലൈറ്റ് ഉള്ളത്. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ അതിലേക്ക് ഒരു മറവ് വരും, അതുകൊണ്ടാണ് ക്ലിയർ കുറവായിട്ട് കാണുന്നത്. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് വാടി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് ബ്രൗൺ കളർ ആവുന്നവരെയൊന്നും വാടണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് പൊടികളുടെ ആവശ്യമൊന്നുമില്ല വെജിറ്റബിൾ കുറുമയ്ക്ക്. 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. വലിയ സ്പൂണിന് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അളന്നിട്ടൊന്നുമല്ല, പാക്കറ്റിൽ അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. 2 സ്പൂണോളം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയൊന്നും കുറുമയിൽ യൂസ് ചെയ്യില്ല, അതെല്ലാവർക്കും അറിയായിരിക്കും. നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് നമുക്കിതിലേക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. വെജിറ്റബിൾ കുറുമയിൽ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് കോളിഫ്ലവറൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഗ്രീൻ പീസും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇത് വെന്ത ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളിനി തേങ്ങ കുറച്ച് അരച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ കുറുമ എന്ന് പറയുമ്പോൾ ഒരുപാട് ലൂസിലൊന്നുമല്ലല്ലോ ഇരിക്കുക. പിന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 3-4 അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. ഞാൻ അത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് ഇതിൽ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ വേവിച്ച് മാറ്റി വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് പിറ്റേ ദിവസം വേവിച്ചിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കഷ്ണങ്ങളും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തേങ്ങയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് തേങ്ങ മതി. അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നോക്കി മിക്സിയുടെ ജാറിലൊക്കെ ഒഴിച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓരോ അളവ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതിലൊരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്.
കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾ കുറുമയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. എൻ്റെ അടുത്ത് കുരുമുളക് പൊടിയില്ല, ഞാൻ കുരുമുളക് ഒന്ന് പൊടിച്ചതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എരിവൊന്നും കുറുമയിൽ ഉണ്ടാവില്ല. ഈ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ എരിവ് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല കൂടി നമുക്ക് തൂവി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ചേരുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ഇപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. വീഡിയോസൊന്നും ഇപ്പോൾ ഡെയിലി എനിക്ക് ഇടാൻ പറ്റുന്നില്ല, പരമാവധി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. എല്ലാവർക്കും താങ്ക് യു.